ഒരു വ്യക്തി പൂർണ്ണമായും മറ്റൊരു വ്യക്തിയിൽ തന്നെ അധിഷ്ഠിതമായിരിക്കുവാൻ പാടുണ്ടോ? അവർ എന്തൊക്കെ എന്നെ ചെയ്താലും കുഴപ്പമില്ല. ഞാൻ അവരെ പൂർണ്ണമായും അംഗീകരിക്കുന്നു. അവൻ അല്ലെങ്കിൽ അവൾ എൻ്റെ ആത്മാവിൻ്റെ പാതിയാണ്. ഞാൻ അവരുമായി ചേരുന്ന സമയം മാത്രമേ എനിക്ക് ആത്മീയ പുരോഗതി സംഭവിക്കുകയുള്ളൂ. എൻ്റെ കർമ്മ അവസാനിപ്പിക്കാൻ എനിക്ക് സാധിക്കുകയുള്ളൂ. അവർ എൻ്റെ സോൾമേറ്റാണ്, അല്ലെങ്കിൽ അവർ എൻ്റെ ടിൻ ഫ്ലെയിമാണ് എന്നൊക്കെ ചിലർ പറയുന്നത് കേൾക്കാം. അവരാണ് എൻ്റെ ജീവിതം. അവർ വന്ന സമയം മുതലാണ് എൻ്റെ ജീവിതം ആകെ മാറി മറിഞ്ഞത്. ഞങ്ങൾ ഒരുമിച്ച് ഈ ജീവിതത്തിൽ ഞങ്ങളുടെ ലൈഫ് പർപ്പസ് ഫുൾഫിൽ ചെയ്യും. ഇത്രയും പറഞ്ഞതിൽ നിന്നും നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ബന്ധങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നാൽ ആത്മീയമായ എന്തെങ്കിലും ഉയർച്ച കൈവരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് കരുതുന്നുണ്ടോ? ഒരു കഥയിലൂടെ ഇതിനെ വ്യക്തമാക്കാം. പട്ടിണത്താർ എന്ന ഒരു സിദ്ധനെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അദ്ദേഹം ധാരാളം സമ്പത്ത് ഉണ്ടായിരുന്ന ആളാണ്. പല നാട്ടുരാജ്യങ്ങൾക്കും ധനവും ധാന്യവും കടം കൊടുത്തിരുന്ന ആൾ. എന്നാൽ ഇതെല്ലാം ലോകമായ എന്ന് മനസ്സിലാക്കിയ അദ്ദേഹം എല്ലാം ഉപേക്ഷിച്ചു. അദ്ദേഹത്തെ എല്ലാ നാട്ടുരാജാക്കന്മാർക്കും അറിയാമായിരുന്നു. ഒരു നാൾ അദ്ദേഹം കാട്ടിലൂടെ നടന്നു പോകുമ്പോൾ എതിർവശത്തുകൂടി ഒരു രാജകുമാരൻ പോകുന്നത് അദ്ദേഹം കണ്ടു. രാജകുമാരൻ പട്ടിണത്താരെ കണ്ട സമയം ഓടി വന്ന് കാലുകളിൽ വീണ് ആശീർവാദം വാങ്ങി. അപ്പോൾ പട്ടിണത്താർ രാജകുമാരനോട് ചോദിച്ചു, എന്താണ് മകനെ നീ ഇത്രയും വിഷമിച്ചിരിക്കുന്നത്? മഹർഷി ശ്രേഷ്ഠ, ഞാനും അങ്ങയെപ്പോലെ ഇപ്പോൾ സർവ്വതും ഉപേക്ഷിച്ചു. അതിന് കാരണമായത് നമ്മുടെ ജ്യേഷ്ഠപത്നിയുടെ ദുർചെയ്തികളാണ്. അവർ നമ്മുടെ ജ്യേഷ്ഠനെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതു നാം നമ്മുടെ ജ്യേഷ്ഠനോട് പറഞ്ഞു എങ്കിലും ഫലം ഉണ്ടായില്ല. കാരണം അദ്ദേഹത്തിന് പത്നിയുടെ മേൽ അത്ര വിശ്വാസമായിരുന്നു. ഞങ്ങളുടെ രാജ്യത്തുള്ള ഒരു സാരഥിയുമായാണ് ജ്യേഷ്ഠപത്നി പ്രണയത്തിലായിരിക്കുന്നത്. ഇത് കേട്ട പട്ടിണത്താർ പറഞ്ഞു, മകനെ നീ ഒരിക്കലും വിഷമിക്കേണ്ട. ഞാൻ ഇതിന് എത്രയും വേഗം ഒരു പരിഹാരം കണ്ടെത്തുന്നതാണ്. പട്ടിണത്താർ ഉടനെ തന്നെ രാജാവിനെ കാണുവാൻ പോയി. പട്ടിണത്താരെ കണ്ടതും രാജാവ് സ്വീകരിച്ചിരുത്തി. അപ്പോൾ അദ്ദേഹം ഒരു മാമ്പഴം രാജാവിന് നൽകി. എന്നിട്ട് പറഞ്ഞു, രാജാവേ, ഞാനിത് എൻ്റെ തപോബലത്താൽ ശക്തിപ്പെടുത്തിയ മാമ്പഴമാണ്. ഇത് കഴിച്ചാൽ കഴിക്കുന്ന ആൾക്ക് ആയുസ് ഇരട്ടിയായി വർദ്ധിക്കും. താങ്കൾ ഇത് താങ്കൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആൾക്ക് നൽകുക. രാജാവ് അപ്പോൾ തന്നെ മാമ്പഴം രാജ്ഞിക്ക് നൽകി. അപ്പോൾ പട്ടിണത്താർ അനുജൻ പറഞ്ഞ കാര്യങ്ങൾ രാജാവിനോട് പറഞ്ഞു. ഇത് കേട്ട് ക്ഷുഭിതനായ രാജാവ് പട്ടിണത്താരെ തുറങ്കിലടച്ചു. പട്ടിണത്താർ ആഗ്രഹിച്ചതും അതുതന്നെയായിരുന്നു. രാജ്ഞി ആ മാമ്പഴം സാരഥിക്ക് നൽകി. അയാൾ അത് അയാൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദേവദാസിക്ക് നൽകി. എന്നാൽ ആ ദേവദാസിക്ക് രാജാവിൻ്റെ മേൽ ഒരു കണ്ണുണ്ടായിരുന്നു. ഈ മാമ്പഴം രാജാവിന് നൽകുകയാണ് എങ്കിൽ രാജാവിന് എന്നോട് വലിയ മതിപ്പായിരിക്കും. അതിനാൽ തന്നെ ദേവദാസി ആ മാമ്പഴം രാജാവിന് നൽകി. ഇതെങ്ങനെ ദേവദാസിയുടെ കൈകളിൽ എത്തിയെന്ന് രാജാവ് അന്വേഷിച്ചപ്പോൾ രാജ്ഞിയുടെ എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് ബോധ്യമായി. ലോകമായയോടുള്ള അഭിനിവേശം മനസ്സിലാക്കിയ രാജാവ് രാജ്യം അനുജനെ ഏൽപ്പിച്ചിട്ട് പട്ടിണത്താരുടെ കൂടെ അദ്ദേഹത്തിന്റെ ശിഷ്യനായി യാത്രയായി. ആ രാജാവിന്റെ പേര് ഭദ്രഗിരിയാർ എന്നായിരുന്നു. അദ്ദേഹം ഒരു യോഗിയായി മാറി. അനേകം ശ്ലോകങ്ങളും രചിച്ചു. ബന്ധങ്ങൾ വേണ്ട എന്ന് ഒരിക്കലും പറയുന്നില്ല. നിങ്ങൾക്ക് ആത്മീയമായി വളരുവാൻ കഴിഞ്ഞാൽ നിങ്ങളെ തേടി ദിവ്യമായ ബന്ധങ്ങൾ വരിക തന്നെ ചെയ്യും. അവ ഒരിക്കലും നിങ്ങളുടെ മാർഗത്തിൽ പ്രശ്നം സൃഷ്ടിക്കുകയില്ല. ആത്മീയതയോട് വിമുഖത കാണിച്ചു നിങ്ങൾ ബന്ധങ്ങളെ തേടിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് ബന്ധങ്ങളായിരിക്കില്ല, മറിച്ച് ബന്ധനങ്ങൾ ആയിരിക്കും. അവർ വളരുകയുമില്ല, നിങ്ങളെ വളരുവാൻ അവർ സമ്മതിക്കുകയുമില്ല. എല്ലാവരും പുരോഗതിക്കായി പ്രയത്നിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി.